ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താണ് പറഞ്ഞോ? നമ്മളല്ല ചേട്ടന് കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ പോകും. കാരമൽ പുഡിംഗോ? അതെന്ത് സംഭവം? അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പഞ്ചസാര വെള്ളത്തിലിട്ട് ഇങ്ങനെ കലക്കി എടുക്കുക. പുള്ളിക്ക് അറിയത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും ഒന്നോ രണ്ടോ മുട്ടയും ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു നൈസ് ഐറ്റമാണ് സംഭവം. ഇങ്ങനെ ജെല്ലി കണക്കി ആയിരിക്കും, പൊളി ഐറ്റമാണ് അത്. സംഭവം നൈസ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കാം. ഓക്കെ, നീ ഹെൽപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തോന്ന്. അപ്പൊ ഞാൻ ഉണ്ടാക്കാം, പുള്ളി ഹെൽപ്പ് ചെയ്തോളൂ. ഇവിടെ നല്ല കാറ്റുണ്ട്. വൃശ്ചിക മാസം കഴിഞ്ഞപ്പോ നല്ല ഒന്നാന്തരം കാറ്റാണ്. അത് വീഡിയോ എടുക്കുന്ന സമയത്ത് കാറ്റ് കാണത്തില്ല, വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ ഭയങ്കര കാറ്റ്, നല്ല കാറ്റുമാണ്. അപ്പം നമ്മളെ വിഷയം മാറിപ്പോണ്. നമ്മളെ കാരമൽ പുഡിംഗ് ആണ് പേര്. ഒരു വെറൈറ്റി ഡിഷസ് ആണ്, എല്ലാവർക്കും മിക്കവാറും പരിചയം കാണും. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റേ പായസം പോലെ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. യെസ് യെസ്, ഫ്ലോപ്പ് ആവത്തില്ല, ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് ട്രൈ നോക്കിയാലോ? ആത്മവിശ്വാസം നല്ലതാണ് എപ്പോഴും. ട്രൈ ആടി. ഓക്കെ, അപ്പം ഇന്ന് ക്യാമറയുടെ ബാക്കി ഞാനായിരിക്കും. ഇന്ന് ഫുൾ സ്ക്രീൻ സാർ ഏറ്റെടുത്തേക്കാണ്. നിസ്സാരമായ കാര്യമാണ് ഗായ്സ്. കഴിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, നോക്കിയാലോ നമുക്ക്? എന്നാ വാ. നോ പ്രോബ്ലം. ഓക്കെ, രണ്ട് മുട്ട എടുത്തു. ഓക്കെ, രണ്ട് മുട്ട. പഞ്ചസാര ഭരണി കുപ്പി മാത്രമേ ഉള്ളൂ, പഞ്ചസാര കുറച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ചുണ്ടാക്കാം. ഇനി വേണ്ടത് പാലാണ് ഗായ്സ്. ഓ, ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ വീട്ടിൽ വീണ ഓല അമ്മ ഇതാക്കി ചൂലാക്കി വെച്ചേക്കുന്നതാണ്. ഉപയോഗിച്ചു തുടങ്ങിയില്ല, കുറച്ചുകൂടെ കട്ടി വേണം തൂക്കണമെങ്കിൽ. ഇത്ര പാലേ ഉള്ളൂ, ഇത്ര പാല്. ഒരു കാര്യം ചെയ്യാം, കുറച്ച് വെള്ളം ആഡാക്കാം. ഓക്കെ, മായം ചേർക്കുകയാണല്ലേ നിങ്ങൾ? വെള്ളം മായമല്ല, പച്ചവെള്ളമാണ്, പച്ചവെള്ളം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കഥാകൃത്ത് പാചകത്തിനിടയ്ക്ക് എന്തിനാണ് പേപ്പറും കൊണ്ട് വരുന്നതെന്ന്. ആശൻ ഇതിനകത്ത് എഴുതി വെച്ചേക്കാണെന്ന് കാണിച്ചു ഞങ്ങളെ. അത് എനിക്കിടയ്ക്ക് മറവി വരും. അപ്പൊ 1 2 3 4 4 സ്റ്റെപ്പാണ് ഗായ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോ നമ്മളെ പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യിപ്പിക്കുക. അവിടെ മായം. പഞ്ചസാര മറ്റേ കുറുകുറാക്കണ്ടേ? കുറുകുറയോ? അതെന്ത് കുറുകുറ? അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് അറിയാത്തോണ്ടാ. നിങ്ങൾക്കെല്ലാം നല്ല വൃത്തിക്ക് കാണിച്ചു തരണമല്ലോ, അതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് ഗ്യാസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു മുട്ട പൊട്ടിപ്പോയി. അത് കുഴപ്പമില്ല, അങ്ങനെ എടുക്കും. നോ നോ നോ, നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. എന്റെ ഭർത്താവ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഇരട്ടിയുടെ പണിയാണ്. കാരണം എല്ലാം സൂപ്പറായിട്ട് ചെയ്തു തരും. പക്ഷെ ബാക്കിയോട് പറയട്ടെ, സൂപ്പറായിട്ട് ചെയ്തിട്ട് അവസാനം പാത്രം മൊത്തം ഇവിടെ അടുക്കളയിൽ കിടക്കും. അത് വൃത്തിയാക്കുന്നതാണ് പിന്നെ എന്റെ ഏറ്റവും വലിയ ജോലി. ഉണ്ടാക്കാൻ പോലും അത്രയും പാടില്ല. ആദ്യം ഒരു മൊന്ത എടുത്ത് നേരെ കഴുകുക. ഓക്കെ, യെസ്, മൊന്ത ഇതെടുത്ത് അടുപ്പിൽ വെക്കുക. നോക്കാം, നമ്മള് പൊളിക്കും. മിക്കവാറും അടുക്കള പൊളിച്ചേക്കും. പഞ്ചസാര എവിടെ? പഞ്ചസാര എടുത്തുണ്ട്, അത് അപ്പുറത്തിരിക്കുന്ന. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇടാം. 2 അല്ല, മധുരം വേണ്ട അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം അല്ലേ? 3 സ്പൂൺ പഞ്ചസാര. ഓക്കെ, ഇനിയിപ്പോ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരു ഗ്ലാസ് എടുക്കുക. വെള്ളം എടുക്കുക, ഇതിലങ്ങാട്ട് ഒഴിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നല്ല കാറ്റുണ്ടായോണ്ട് ഗ്യാസ് ഭയങ്കര, നിങ്ങൾ കണ്ടോ, ഗ്യാസ് ഭയങ്കര കാറ്റില്. ഓക്കെ, അവിടെ മോൻ ഭയങ്കര സ്പൂൺ എടുത്ത് നല്ലപോലെ ഇതങ്ങ് കട്ടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ മൂട്ടി പിടിക്കരുത്, മൂട്ടി പിടിക്കാതെ. അത് കാണാൻ ചേട്ടാ, മറ്റേ മക്കടി എടുക്ക. മക്കടി മൂട്ടി പിടിക്കാതെ മാറിക്കോളൂ. നേരെ കാണുന്നുണ്ടല്ലോ. ചേട്ടനാണ് പഞ്ചസാര ലായനി അല്ലേ? പഞ്ചസാര ലായനി. ഇത് ചുമന്ന കളറാവും കുറച്ച് കഴിയുമ്പോഴേ. ഇത്ര വെള്ളം ഒഴിക്കണം കേട്ടോ, കുഴപ്പമില്ല. ഇതായി വരും അല്ലേ?
ഹായ് ഹലോ ഹായ് പറയടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്ത സബ്സ്ക്രൈബേഴ്സിന് ഉമ്മ ഉമ്മ. ഗുഡ് ഗേൾ. ഓക്കെ, ഇത് നമ്മുടെ മീൻ ഇടുന്നൊരു സംഭവമായിരുന്നു. കണ്ടാ സബ്സ്ക്രൈബേഴ്സിന് കാണിക്കാൻ. ഇവിടെ ഫ്ലോപ്പ് ആവുകയാണെന്നാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഹലോ ഗായ്സ്, ഇതാരാണിത്? ഇതാരാണിത്? ഇത് അമ്മയുടെ പൊന്നാണോ ഇത്? അല്ല, ഇവിടെ അരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ പൊന്നെ, എന്ത് ചെയ്യുന്നു? ഇതില് കുറച്ച് മുട്ട, 2 മുട്ട പൊട്ടിച്ചിടുക. നേരത്തെ പൊട്ടിച്ചൊരു മുട്ടയും ഈ ഒരു മുട്ടയും. ഓക്കെ, നല്ലപോലെ ബീറ്റ് ചെയ്യുക. ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പഞ്ചസാര ലൈൻ ഓക്കെ വരുന്നുണ്ട് തോന്നല്ലേ ചേട്ടാ? പഞ്ചസാര കുറി വരുന്നുണ്ട്. ഓക്കെ ആവട്ടെ അവിടെ ഇരുന്ന്. ശരി, അപ്പൊ മുട്ട ബീറ്റ് മുട്ട എടുത്തങ്ങ് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. ഉണ്ടല്ലേ? ഇത് നല്ലപോലെ കൊറേ ബീറ്റ് ചെയ്തോണ്ടിരുന്നാൽ പതപോലെ വരും. നമുക്ക് അങ്ങനെ വരണ്ട, ബീറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണോ? ഇതെന്തായി നോക്കട്ടെ, കുറുവിയാ. അതിന് ഇതിനകത്ത് ഒഴിക്കുമ്പോ ഓക്കെ. ഇത് കുറുവിയിട്ടില്ല, ഇനിയും കുറുവും. ഒരു ചുമന്ന കളറൊക്കെ ഏകദേശം ബ്രൗൺ കളർ. ബ്രൗൺ കളർ ആവുമെന്നാണ് ചേട്ടന്റെ വിശ്വാസം. വിശ്വാസം രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വെയിറ്റ് ചെയ്യാണ് കുട്ടി ഞങ്ങൾ. മുട്ട ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഏകദേശം ഉണ്ടാ ജ്യൂസ് പൾപ്പ് കണക്കൊക്കെ ഉണ്ടാ, ഇങ്ങനെ തേൻ കണക്ക് വരും. കണ്ടാ ഒന്നാണ്ടാ. എന്തായാലും നമ്മുടെ കാർമൽ കുട്ടീസ് ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊളിയായിരിക്കും. വാനില സെറ്റ് ആണ്. ബ്രൗൺ കളർ ആയിട്ട് നോക്കി. എവിടുന്നൊക്കെ ബ്രൗൺ ഇതാവുന്നുണ്ട്. ഇളക്കി കൊടുത്തു നോക്കിയേട്ടാ. ഓക്കെ, നിർത്തിയേ. തീ നിർത്തിയിട്ട് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഇങ്ങനെ 4 മൂലയിലും ഫുൾ എന്റെ മോനെ സെറ്റ്. നല്ല തേൻ കണക്കായി, തേൻ കണക്ക്. കളർ ഉണ്ട്, നൈസ് ചെറിയ കളർ ഉണ്ട്. ക്യാമറക്കകത്ത് അറിയാത്ത. ഇനി ഇതിന്റെ അകത്തോട്ട് ഈ സെയിം പാത്രം തന്നെ, ഈ സെയിം പാത്രം വെച്ച് നമ്മുടെ പാല് കുറച്ചങ്ങ് ഒഴിക്കുക. നമ്മള് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ പാല് വെള്ളം ഒഴിക്കണ്ട, പാല് ഇതങ്ങ് ഇരിക്കട്ടെ. ഇത്ര പാല് ചായക്കുള്ളൂ. അതെ, അച്ഛൻ മിക്കവാറും ചേട്ടനെ ഇറക്കി വിടും. അച്ഛന് ചായ ഭയങ്കര ഇഷ്ടമാണ്, ചായ അഡിക്റ്റ് ആണ് അച്ഛൻ. അപ്പൊ അതിന് ഇവിടെ പാലൊഴിച്ചു. എന്നിട്ട് അതിനനുസരിച്ച് ഒരു 1.5 സ്പൂൺ പഞ്ചസാര. ഓക്കെ, കാരണം പാൽ അത്രയല്ലേ ഉള്ളൂ. പൊള്ളിപ്പോയി, കൈ പൊള്ളിപ്പോയി. എല്ലാരും ശ്രദ്ധിക്കുക, സ്പൂൺ വെച്ചിരിക്കല എന്റെ അകത്ത് കൈ പൊള്ളിപ്പോവും. ആഹാ, സ്പൂൺ സെക്കൻഡ് തിളച്ചേട്ടാ. ഓക്കെ, നല്ല പോലെ പഞ്ചസാര ഇട്ട് പാലങ്ങാട്ട് ഇങ്ങനെ കുറുക്കണ്ട, തിളച്ചാൽ മാത്രം മതി. പാലേ തിളപ്പിച്ച് നിർത്തുക. ഓക്കെ, ഈ പാലങ്ങാട്ട് തിളച്ച് സെറ്റ് ആവണം. ഓക്കെയാണ്. അപ്പൊ നമ്മളെ ഇതിവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുട്ട ഇവിടെ ഇരിപ്പുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. പാല് തിളച്ച്, പാല് ഇട്ടില്ല, അതിനുള്ളിൽ പാല് പാത്രം ചൂടായിരുന്നോണ്ട് ഇതിന് മുട്ട ഇടും ഇതിനകത്ത്. പറയാടി, തോക്കിൽ കയറി വെടിവെക്കില്ലേ ഗായ്സ്. ഗായ്സ് അല്ല, ഞാനാണ് തോക്കിയത്. ഗായ്സ് പാകൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാൻ കേട്ടാ, സത്യം. സിമ്പിൾ സാധനം. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ആദ്യം ഞങ്ങൾ ഉണ്ടാക്കി തിന്നു നോക്കട്ടെ, എന്നിട്ട് ഞാൻ ട്രൈ നോക്കാൻ പറയത്തുള്ളൂ കേട്ടോ. ആദ്യം ഞങ്ങൾ ട്രൈ. നമ്മള് പാല് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് നമ്മള് കുടിക്കാവും. പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ചു നേരം പാലൊന്ന് തണുക്കട്ടെ. ഓക്കെ, ഒരു 2-3 ഒരു 5 മിനിറ്റ് വെച്ചേക്ക്. ആ പാലിന്റെ ചൂടൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മുട്ട എടുത്ത് അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പാല് തണുക്ക് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ എന്റെ ഉണ്ട്. വെള്ളത്തിലേക്കാണോ? യെസ്, വേണ്ട, 5 മിനിറ്റ് മതി. ഇപ്പൊ നമുക്ക് കുറച്ച് പാലേ ഉള്ളൂ.
ചൂട് 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 പാത്രത്തെ കൈയിട്ട് പിടിച്ചിട്ട് പൂന്ന്. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചേട്ടൻ മുട്ട ബീറ്റ് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാല് തണുത്തിട്ടുണ്ട്. ഈ മുട്ട പാലിലോട്ട് ഒഴിക്കാം. നോക്കിക്കോ, ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമ്മൾ എന്ത് ചെയ്തു? ഇത് പാല് നല്ലപോലെ തണുക്കണ്ട, അത്യാവശ്യം മീഡിയം തണുപ്പ് ആയാ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ചാടിപ്പോ വരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നല്ലപോലെ ഇളക്കുക. കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വെച്ച പഞ്ചസാര ലായനി ഉണ്ടല്ലോ, ഇതെടുത്ത് മെല്ലെ അതിലോട്ടങ്ങ് ഒഴിക്കുക. കാണുന്നുണ്ടോ? നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിലോട്ട് മെല്ലെ എടുത്തങ്ങ് ഒഴിക്കുക. ഇത്രയും മനസ്സിലായ? ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. നമ്മൾ ആ ഇഡലി പാത്രം എടുക്കുക. ഇഡലി ഏകദേശം ഇത്രയും വെള്ളം എടുക്കുക. വെള്ളം ഇച്ചിരി കൂടി പോയാൽ തോന്നുന്നുണ്ട്. വെള്ളം കൂടി പോയോ? ഇല്ല. ഓക്കെ, ഇനി ഇതിങ്ങനെ വെക്കുക ഗായ്സ്. ഇനി ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ലായനി ഇതിനെ മണ്ടേ നല്ലപോലെ വെക്കുക. ഇത് അടയ്ക്കണം. അടയ്ക്കാൻ എനിക്ക് എന്തിനുണ്ട്? ഇതുകൊണ്ട് അടയ്ക്കത്തില്ല. ഇതല്ലാതെ ഇതിന്റെ അടപ്പില്ലേ, ഇങ്ങനെ കുഴിയുള്ള അടപ്പ്? അതില്ല, ഇതേ ഉള്ളു. ഇത് ഓക്കെ ആണല്ലോ. ആവി പുറത്ത് പോകില്ല, ആവി ആത്തിനായിക്കോ നിൽക്കണം. ഓക്കെ, ഏകദേശം ഇങ്ങനെ സത്യം പറഞ്ഞത് ഇങ്ങനെയല്ല ചേട്ടാ. ഇഡലി പാത്രം അടപ്പുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എടുത്ത ഇഡലി പാത്രം പണ്ടത്തെ പാത്രമാണ്, അതിന് അടപ്പില്ല കേട്ടോ. അടപ്പ് എങ്ങോ ചീത്തയായി പോയിന്ന് തോന്നുന്നു. അപ്പം കുറച്ചേരം ഇങ്ങനെ വെച്ചിരിക്കുക. തിളക്കട്ടെ. അപ്പം പാചകമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവി കയറ്റാം. ആവി കയറ്റുമ്പോൾ ബാക്കി നോക്കാം. ഓക്കെ, 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് സെറ്റ് കാരമൽ പുഡിംഗ് ആവും. ഇവക്ക് ഭ്രാന്താണ് ഗൈസ്. ജാട ചേച്ചിക്ക് ഡാൻസ് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞ്, ഞാൻ കണ്ടാ പോരെ, നിങ്ങളെയും കാണിക്കണ്ടല്ലോ. അപ്പം നമ്മളെ കുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് തൊട്ട് സംഭവം സെറ്റ് ആവും. നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൊ ഞാൻ ഓടിപ്പോയി മോനെ നോക്കിട്ട് 15 മിനിറ്റാണ്. അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായെന്ന്. ഓക്കെ അങ്ങനെ നമ്മള് ചെമ്പ് പൊട്ടിക്കുകയാണ്. ഒരുവിധം എന്തൊക്കെ അലുവണൊക്കെ ആയിട്ടുണ്ട്. നോക്കാം, നിർത്തിയരാ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു കട്ടി കൂടി പോകാൻ തോന്നുന്നു കേട്ടാ. ഒരു തുണിയും എടുത്തേ. ഓക്കെ, നോക്കി ചെയ്യണം. നമുക്ക് ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ കണ്ടറിയാം. അത് ഒരു ഐഡിയ ഞാൻ പറയട്ടെ. ഈ പാത്രം ഇങ്ങനെ കമത്തണം. പക്ഷെ എങ്ങനെ പിടിക്കും? പക്ഷെ അടിയിൽ ഭയങ്കര ചൂടാണ്. അടിയിലത്തെ അത് വെച്ചിട്ട് എടുത്താൽ മതി. ഐഡിയ ഇത് മോന്റെ ബോട്ടിലാണ് കേട്ടോ, സോറി. ആട് കരഞ്ഞല്ല, ഇത് ഭയങ്കര ചൂടുണ്ട് കേട്ടാ. ചിലത് പല രീതിയിൽ അത് ആക്കാൻ നോക്കുന്നുണ്ട്. യെസ്, അങ്ങനെ അവസാനം നമ്മളത് അത് വീണോ ഇല്ലയോന്ന് അറിയത്തില്ല. നമുക്ക് പതുക്കെ പൊക്കി നോക്കണം. ഇത് ചെയ്യുന്ന കൊച്ചുങ്ങൾ ആരും ചെയ്ത് നോക്കല്ല്. ഇത് വെച്ചടിക്കാം. പാത്രം പൊട്ടല് അവസാനം ഒട്ടി പിടിച്ചിരിക്കുവാടെ ഇതിനകത്ത്. അവസാനം പുറത്ത് കാരണം ഇതിനകത്ത് എന്തുവാണ് വീഴാത്തെന്ന് അറിയത്തില്ല. നോക്കാം. അത് ഞാൻ പറയട്ടെ, കമത്തി വെച്ചിട്ടേ അല്ല, സൈഡ് ഒന്ന് ഇതാക്കി കൊടുക്കണമായിരുന്നു. സൈഡ് ഒന്ന് വെട്ടി അനങ്ങുന്ന പോലും ഇല്ല. കട്ട് ചെയ്യപ്പോ കേട്ടോ. ഓക്കെയാണ്. നമുക്ക് ഇത് വീഴുന്നില്ല ഏട്ടാ. സൈഡ് ഒന്ന് വെട്ടിക്കൊടുത്താലോ?
നമ്മളെ സാധനം നൈസ് ആയിട്ടുണ്ട്, നൈസ് പുഡിംഗ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വെക്കണം, അങ്ങനെ വെച്ചാൽ പോവും. അത് തന്നെ. ഓക്കെ 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 ഓക്കെ. നമ്മളെ പുഡിംഗ് എന്റെ മോനെ സെറ്റ് സാധനം. ഗായ്സ് നമ്മളെ പുഡിംഗ് നോക്കാൻ എന്റെ മോനെ, ആ സൈഡിൽ നിന്നൊക്കെ ജെല്ലി നോക്കി വിറയ്ക്കുന്നു, ഇങ്ങനെ വിറയ്ക്കുന്നു നോക്കി. സംഭവം സെറ്റ് ആയിട്ടുണ്ട്, പൊളിയായിട്ട് നോക്കി. ഇന്നും കൂടെ നോക്കുമ്പോ അറിയത് പൊളിയാണോ ഇത് പറയും. കേക്ക് കണക്കല്ലേ ചാടുന്ന കണ്ട സംഭവം നൈസ് ആണ് ഗായ്സ്, പൊളി. അപ്പം നമ്മളെ പരീക്ഷണം സെറ്റ് ആയിട്ടുണ്ട്, ഇനി കഴിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് 3 സ്പൂൺ എടുക്കാം, കുഞ്ഞത് അവിടെ. അങ്ങനെ ഫ്രണ്ട്സ്, ചേട്ടൻ സംഭവം ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നേക്കുവാണ്. അത് ജെല്ലി ജെല്ലിയാണ്, ഇങ്ങനെ അനങ്ങുന്നുണ്ട്. കഴിച്ചോട്ടെ, ഒരു പീസ് കട്ട് ചെയ്ത് നോക്കണേ. ഞാൻ കുറച്ച് പീസ് എടുത്ത് കഴിച്ചു നോക്കാം, എന്നിട്ട് ബാക്കി കഴിക്കാം. ഇല്ലേ ടോം ആൻഡ് ജെറിയില് ജെറി ആണെങ്കിൽ ഒരു ചീസ് എടുത്തോണ്ട് പോകത്തില്ലേ, അതുപോലെ. സത്യം പറയണേ, സത്യം പറയാ, കൊള്ളില്ലെന്ന് തോന്നണം. നൈസാണോ? കറക്റ്റ് മധുരം, മധുരം കൂടുതലില്ല കുറവില്ല, കറക്റ്റ് മധുരം. ഓക്കെ ആണോ? സെറ്റ് ആണോ ഗായ്സ്? അപ്പൊ നമ്മുടെ പരീക്ഷണം സെറ്റ് ആയിട്ടുണ്ട്. ഒരു മുട്ടയുടെ ചെവ് വരുന്നില്ലേ, അപ്പൊ വാനില എസൻസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. മുട്ടയുടെ സ്മെല്ലുണ്ടല്ലേ, അത് കാണും, അതുകൊണ്ട് എസൻസ് ഇടാൻ പറഞ്ഞവര്. നമ്മുടെ ടേസ്റ്റ് ആണ്. എന്തോ സംഭവം നൈസല്ലേ, പൊളിയാണോ? എന്താ മുഖത്തൊരു പ്രയാസം, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാത്തില്ലെങ്കിൽ ഞാൻ ഇത്ര തിന്നുമായിരുന്നോ? അപ്പം നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എന്ത് പറഞ്ഞ പോലെ വാനില എസൻസ് ഇട്ട് കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോകും അല്ലെ. അപ്പൊ സംഭവം ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും